LSD അല്ലെങ്കിൽ ആസിഡ് പോലുള്ള ഹാലൂസിനോജനിക് ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ ഫ്ലാഷ് ബാക്ക് ഡിസോർഡർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രതിഭാസം അപൂർവമാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഈ ഭ്രമാത്മകത അല്ലെങ്കിൽ ഹാലൂസിനേഷൻ അരോചകവും വിഷമകരവുമാണെങ്കിലും സാധാരണ ഇത് താൽക്കാലികമാണ്. ഈ ഫ്ലാഷ് ബാക്സ് നിലനിൽക്കുകയാണെങ്കിൽ നേരിടാൻ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ചില കേസുകളിൽ മറ്റു മാനസിക രോഗത്തിൻ്റെ അടയാളമായിരിക്കാം ഫ്ലാഷ് ബാക്സ്. ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ വ്യക്തമായ രോഗനിർണയത്തിന് ശേഷം ഈ അവസ്ഥയ്ക്ക് ചികിത്സയുണ്ട്. ഇനി എന്താണ് ഫ്ലാഷ് ബാക്സ് എന്ന് നോക്കാം. ഒരാളുടെ ഇന്ദ്രിയങ്ങളെ ബാധിക്കുന്ന ഒരുതരം അസ്വസ്ഥമായ സെൻസറി അനുഭവമാണ് ഫ്ലാഷ് ബാക്ക്. ഇതിൽ ഒരാൾ കാണുന്നതും കേൾക്കുന്നതും എന്തിന് ഗന്ധം പോലും വികലമായിരിക്കാം. ഓർമ്മകൾ അല്ലെങ്കിൽ മെമ്മറീസ് നമുക്കറിയാം അത് പണ്ട് നടന്നിട്ടുള്ളതാണെന്നും ഇപ്പോൾ സംഭവിക്കുന്നതല്ലെന്നും. എന്നാൽ ഫ്ലാഷ് ബാക്സ് ഇപ്പോൾ സംഭവിക്കുന്നതായി ഒരാൾക്ക് അനുഭവപ്പെടുന്നു. മയക്കുമരുന്നിൽ നിന്നുള്ള ഫ്ലാഷ് ബാക്സ് വളരെ തീവ്രമാണ്. അത് ഒരാൾക്ക് താൻ ഇപ്പോഴും മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണെന്ന് തോന്നിപ്പിക്കും. അങ്ങനെയുള്ള മാനസിക പ്രതിസന്ധി നേരിടുമ്പോൾ അവർക്ക് തന്നെ തൻ്റെ മനസ്സ് കൈവിട്ടു പോയോ എന്ന് ഭയം തോന്നിയേക്കാം. എന്നാൽ ചിലർക്ക് ഫ്ലാഷ് ബാക്സ് അനുഭവിക്കുമ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് യഥാർത്ഥമല്ലെന്ന് അറിയാം. താൻ അനുഭവിക്കുന്നത് പണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഡ്രഗുമായി ബന്ധപ്പെട്ടതാണെന്നും ഇപ്പോൾ താൻ ഡ്രഗ് ഉപയോഗിക്കുന്നില്ലെന്നും അവർക്ക് മനസ്സിലാകും. ഒരു ഫ്ലാഷ് ബാക്കിൽ ചിലപ്പോൾ ഒരാൾ ആസിഡ് ട്രിപ്പിലായിരുന്നപ്പോൾ അനുഭവിച്ച അതേ ആനന്ദകരമായ അനുഭവം അല്ലെങ്കിൽ യൂഫോറിക് ഇഫക്റ്റ് തന്നെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും ആനന്ദകരമായ ഫ്ലാഷ് ബാക്സും പ്രശ്നമുണ്ടാക്കിയേക്കാം. ഉദാഹരണത്തിന് പൊതുസ്ഥലത്ത് രസകരമായ ഒരു ഫ്ലാഷ് ബാക്ക് അനുഭവിക്കുന്ന ഒരാൾ ഫ്യൂണറൽ പോലെയുള്ള സാമൂഹികമായി അനുചിതമായ സാഹചര്യത്തിൽ ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ അനുഭവങ്ങൾ ഫ്ലാഷ് ബാക്ക് അനുഭവിക്കുന്ന വ്യക്തിക്കും ചുറ്റുമുള്ളവർക്കും ലജ്ജയും വിഷമവും ഉണ്ടാക്കും. ഇനി ഫ്ലാഷ് ബാക്സ് എത്രത്തോളം നീണ്ടു നിൽക്കുമെന്ന് നോക്കാം. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഫ്ലാഷ് ബാക്സ് കുറച്ചു മിനിറ്റുകളോ ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിൽക്കാം. കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തിക്ക് പൂർണ്ണമായി അറിയാം. ഒപ്പം തങ്ങൾക്ക് ഒരു ഭ്രമാത്മകത അനുഭവിക്കുകയാണെന്ന് മനസ്സിലാകുകയും ചെയ്യും. ഇനി എങ്ങനെയാണ് ഫ്ലാഷ് ബാക്ക് അനുഭവങ്ങൾ? ചിലർക്ക് ആസിഡ് അല്ലെങ്കിൽ LSD ഉപയോഗിച്ച സമയം ആലോചിക്കുമ്പോൾ തന്നെ വിഷ്വൽ ഡിസ്റ്റർബൻസും ഹാലൂസിനേഷൻസും ഉണ്ടാകുന്നു. എന്നാൽ മറ്റു ചിലർക്ക് കണ്ടിന്യൂസ് ഫ്ലാഷ് ബാക്സ് ആണ് ഉണ്ടാകുന്നത്. അത് ചിലപ്പോൾ ഹാലൂസിനേഷൻ്റെ സ്വഭാവം അനുസരിച്ച് ഡിപ്രഷൻ, ആൻസൈറ്റി, പാരനോയ എന്നിവയിലേക്കും നയിക്കാം. ചില ഫ്ലാഷ് ബാക്സ് ആനന്ദിപ്പിക്കുന്നവയാണ്. അത് ചിലപ്പോൾ ആകാശത്തേക്ക് നോക്കുന്നത് പോലെയും നീലയുടെ ഉജ്ജ്വലവും തീവ്രവുമായ ഷെയ്ഡ്സ് കാണുന്നത് പോലെയും അല്ലെങ്കിൽ ശാന്തമായ കാറ്റോ മേഘത്തിൻ്റെ പല പാറ്റേൺസ് പോലെയോ കാണാം. എന്നാൽ ചിലപ്പോൾ ഫ്ലാഷ് ബാക്സ് പേടിപ്പിക്കുന്നതുമാകാം. ഉദാഹരണത്തിന് എട്ടുകാലികളെ പേടിയുള്ളവർ നിറയെ എട്ടുകാലികളെ കാണുകയും അതുപോലെ അവ ദേഹത്ത് കയറുന്നത് പോലെ കാണുകയും ചെയ്യുന്നു. ഫ്ലാഷ് ബാക്സ് അനുഭവിക്കുന്ന ആളുകൾക്ക് ഒന്നുകിൽ കാണുന്ന വിഷ്വൽ സ്വയം ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങളുമായി പൊരുത്തപ്പെടുമ്പോൾ കാലക്രമേണ നിയന്ത്രിക്കാൻ എളുപ്പമാവുകയോ ചെയ്തേക്കാം. എന്നാൽ ചില ആളുകൾക്ക് അസ്വസ്ഥതകൾ കൂടുതൽ ഉള്ളതുകൊണ്ട് കൈകാര്യം ചെയ്യാൻ പ്രയാസമാണ്. ചില സന്ദർഭങ്ങളിൽ ഒരു വ്യക്തിക്ക് ആസിഡ് ഫ്ലാഷ് ബാക്ക് ആണെന്ന് കരുതുന്ന വിഷ്വൽസ് അല്ലെങ്കിൽ ഹാലൂസിനേഷൻസ് രോഗനിർണയം നടത്താത്ത മാനസിക രോഗത്തിൻ്റെ അടയാളമായിരിക്കാം. ലഹരി വസ്തുക്കളാൽ പ്രേരിതമായ സൈക്കോസിസ്, സ്കിസോഫ്രീനിയ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ തുടങ്ങിയ ചില മാനസിക രോഗമുള്ള ആളുകൾക്കും ഫ്ലാഷ് ബാക്ക് അനുഭവപ്പെടാം. ചില സന്ദർഭങ്ങളിൽ ഫിസിക്കൽ കണ്ടീഷൻസായ മൈഗ്രെയിൻസ്, ബ്രെയിൻ ലീഷൻസ് അല്ലെങ്കിൽ സീഷേഴ്സ് കൊണ്ട് ഫ്ലാഷ് ബാക്സ് ഉണ്ടാകാം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഹാലൂസിനേഷൻസ് അല്ലെങ്കിൽ ഭ്രമാത്മകത ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ഫീൽ ചെയ്യുകയോ ആണെങ്കിൽ രോഗനിർണയം നിർബന്ധമായി നടത്തേണ്ടതാണ്. അതിനുവേണ്ടി സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കാണണം. ശാരീരികമായാലും മാനസികമായാലും ഡ്രഗ്സ് കൊണ്ടുള്ള ഹാലൂസിനേഷൻസ് ആയാലും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. എന്നാൽ ഇവ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഗുരുതരമായ സൈഡ് ഇഫക്ട്സ് ഉണ്ടാകും. ഫ്ലാഷ് ബാക്സ് അനുഭവിക്കുന്ന ആളുകൾ വളരെയധികം വിഷമം അനുഭവിക്കുകയും അവർക്ക് റിയാലിറ്റിയുമായുള്ള ബന്ധം പോലും നഷ്ടമാകുന്നു. ഈ കാഴ്ച വൈകല്യങ്ങൾക്ക് കാരണമാകുന്ന അവസ്ഥകൾക്ക് മയക്കുമരുന്ന് ഉപയോഗം ഉൾപ്പെടെ ട്രീറ്റ്മെൻ്റ് ഉണ്ട് എന്നറിയേണ്ടത് പ്രധാനമാണ്.